സ്നേഹ ആർ നായർ മലയാളം സിനിമാ ലോകത്ത് ഇന്ന് ഹോട്ട് ടോപ്പിക്കായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. അതെന്താന്ന് നമുക്കറിയില്ല, ഞാൻ വായിച്ചു തരാം. കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്നത് കഴിവല്ല. ജഗതി ശ്രീകുമാറിന്റെ അഭിനയ രീതിയെ വിമർശിച്ച് ലാൽ. ആക്ടർ ഡയറക്ടർ ലാൽ ആണ് ജഗതി ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നിട്ടുള്ള അഭിനയത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇതില് കുറെ പേര് മിക്സഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. നമ്മൾ നമ്മളുടെ ഒരു അഭിപ്രായം പറയുക എന്നുള്ള രീതിക്കാണ് വന്നത്. പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. ആക്ച്വലി ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ലെജൻഡ് കൊമേഡിയൻ, അദ്ദേഹം കയ്യിൽ നിന്നിട്ട കുറെ സാധനങ്ങളുണ്ട്. പുരുഷൻ എന്നോട് ക്ഷമിക്കണം, പിന്നെ എന്താ വേലക്കാരിയായിരുന്നാലും മോഹവല്ലി, അതേപോലെ ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ, അമ്മയ്ക്ക് കാട് മൊത്തം ഫോറസ്റ്റ് ആണ്. അതെ, മലന്ന് കിടന്നാലും അവൾ ഗർഭിണിയായില്ലേ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ജഗതി ശ്രീകുമാറുടെ സ്പെഷ്യൽ സാധനങ്ങളാണ്. ഇത് അറിയുന്ന ഡയലോഗുകൾ പെട്ടെന്ന് പറഞ്ഞു എന്നുള്ളൂ. അല്ലാതെ തന്നെ പല സിനിമകളിലും ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇങ്ങനത്തെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം ചെയ്തതായിട്ട് പല കോ ആക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റുള്ള ആളുകളാണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ആളുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞ നടൻ മാത്രം ചെയ്യുന്നതല്ല, മമ്മൂക്കിയും ഇപ്പോഴുള്ള ആക്ടേഴ്സിലാണെങ്കിലും ആക്ട്രസസിലാണെങ്കിലും എല്ലാവരും ഓൾമോസ്റ്റ് കുറെ പേര് ഇതൊക്കെ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ലാല് പറഞ്ഞതിന്റെ ഒരു ഒരു ഡൈമെൻഷൻ വേറെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അതും കൂടി ഡിസ്കസ് ചെയ്യാനാണ് എസ്പെഷ്യലി നമ്മളിപ്പോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ അറിയണ്ടേ, ലാൽ എന്ത് പറഞ്ഞു എന്നല്ലേ. ഓക്കെ, ആദ്യം നമുക്ക് ലാൽ പറഞ്ഞതിലേക്ക് പോവാം. അമ്പിളിച്ചേട്ടനെ പറ്റി പറയുമ്പോ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്, പുള്ളി ഷോട്ട് എടുക്കുമ്പോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചില ഡയലോഗ് പറയും, ചില മൊമെന്റ്സ് അതൊട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാനേ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ടർ നിർബന്ധമായിട്ട് പറയണം, ഒന്നില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയണം, അതല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റണം. അതല്ലാതെ അതൊരു കഴിവായിട്ടും അതൊരു മിടുക്കായിട്ടും വെക്കുന്നത് ഒട്ടും ശരിയായിട്ടൊരു കാര്യമില്ല. അതായത് വലിയ നടനാണെങ്കിൽ അത് എന്താ വെച്ചാൽ ആ സീൻ ഹാർട്ടിയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പോയിരിക്കും. നമ്മുടെ ഡയലോഗ് ഇങ്ങനെ അപ്പൊ ഇയാൾ പറഞ്ഞത് നിർത്തുന്ന ഡയലോഗിന്റെ അവസാന വാക്ക് ഇതാണ്, ആ വാക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഡയലോഗ് പറയേണ്ടത്. അത് ആ കണക്ഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ ചിലപ്പോ നമ്മളെ പറഞ്ഞൊപ്പിക്കുമായിരിക്കും, പക്ഷെ അത് നമ്മുടെ പറഞ്ഞൊപ്പിക്കലാവും. അപ്പൊ വീക്കാകുന്നത് ഈ നടനാണ്. അദ്ദേഹം അവിടെ ജയിക്കും, ഇവിടെ ഒരാൾ പരാജയപ്പെടുക. അപ്പൊ അതുകൊണ്ട് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ സ്വന്തമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഇടുക എന്ന് പറയുന്നത് ഒട്ടും നല്ല ലക്ഷണം. എന്താണ് സ്നേഹേന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ? ഞാൻ രണ്ട് വർഷം ചിന്തിക്കുന്നുണ്ട്. ഈ ലാൽ പറഞ്ഞതും കറക്റ്റാണ്, അല്ലാത്തയുണ്ട്. ചിലപ്പോൾ ചില സീനിന് ചിലപ്പോൾ ആ ഡയലോഗ് നല്ല ഭംഗി തോന്നും, പക്ഷെ അതേ സമയത്ത് അപ്പൊ അത് നല്ല ക്ലിയർ ആയിട്ട് തോന്നും. പക്ഷെ അതേ സമയത്ത് മറ്റേ ആള് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവുക ഇയാൾ ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ എനിക്കിതാവും പറയേണ്ടിയിരുന്നത്. അപ്പൊ അയാൾക്ക് ആ ഫ്ലോ പോവും, അയാൾക്ക് ആകെ ചിലപ്പോൾ ഒരു ഷേക്കിങ് വരും, എന്താ പറയുന്നത് ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ അയാളുടെ ആ ഒരു അഭിനയം സംഭവം എസ്പെഷ്യലി ഒരു സീനിയർ ആക്ടറിന്റെ മുന്നിൽ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാൾ നിൽക്കുമ്പോൾ എന്തായാലും ഒരു പേടി ഉണ്ടാവും, എന്തിനിപ്പോ പറയാന്നുള്ളത്. ആകെ കൺഫ്യൂഷനും ആകെ കൂടെ തപ്പിത്തറിഞ്ഞ ടേക്സ് കുറെ പോവും ചെയ്യും. അപ്പൊ അത് രണ്ട് വശം ഉണ്ട്. ഒന്ന് ചിലപ്പോൾ സീൻ നന്നാവും ചെയ്യാം, വേറൊന്ന് ഇതും ആവാൻ ചെയ്യാം, എന്താ പറയാ, ഇങ്ങനെ ഒരു പ്രശ്നം വരും ചെയ്യാം. ഇപ്പോ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇംപ്രവൈസ് ചെയ്ത് കയ്യിൽ നിന്നിട്ടിട്ട് മലയാള സിനിമയ്ക്ക് ഒരുപാട് എന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല നല്ല സീനുകൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല ഡയലോഗുകൾ കിട്ടിയിട്ടുണ്ട്, നല്ല നല്ല എക്സ്പ്രഷൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നവരിൽ നിന്ന് കിട്ടുന്ന സ്പെഷ്യൽ മൊമെന്റ്സ് ആണത്. ഇല്ലെങ്കിൽ സിനിമ മൊത്തം ഒരു അതിനാടകീയതയുടെ രൂപത്തിലേക്ക് ഇത് പോവും. ഇതൊരു നാച്ചുറൽ ആയിട്ട് വന്നാലല്ലേ നമുക്ക് ഈ സാധനം എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല ജഗതി ശ്രീകുമാറോ ലാലേട്ടനോ മമ്മൂക്കയോ ഇപ്പൊ ഈ ഇരിക്കുന്നവര്, ഇന്ദ്രൻസ്, നമ്മുടെ ഹരിശ്രീ അശോകൻ, ലാല്, ഇവരൊക്കെ ആണെങ്കിലും അഭിനയിക്കുന്നവരാണ്. ഇവരാരും ഒരു ഡയറക്ടറിനോട് ചോദിക്കാതെയോ അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന സമയത്ത് എടുത്തിടുന്നതാണെങ്കിൽ പോലും അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാശി പിടിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലല്ലോ. ഇപ്പൊ ഒരു ആക്ടർ ഒരു ആക്ട്രസ് ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് അവർക്ക് അറിയാം, അവരുടെ പോർഷൻ ഡയലോഗ് പോർഷനോ അവർക്ക് അറിയുമായിരിക്കും.
ചിലർ ബൈഹാർട്ട് ചെയ്ത് പോകും, ചിലർ പ്രോംപ്റ്റ് ചെയ്തിട്ട് പറയും. അത് ഓരോരുത്തരുടെ നേച്ചറാണ്, അവർ ഏത് രീതിയിലാണ് അത് അഡാപ്റ്റ് ചെയ്യുന്നത്. ഓപ്പോസിറ്റുള്ള ആൾക്കാർ നല്ല തഴക്കം വന്ന ആക്ടേഴ്സ് ആണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെ 2 രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. പ്രോംപ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഡബ് ചെയ്യുന്നവരുണ്ട്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഠിച്ച് പറയുന്നവരുണ്ട്. എൻറ്റയർ സീന് ഡയലോഗ് അടക്കം പഠിച്ച് പറയുന്നവരുണ്ട്. ഇപ്പം ഏതെങ്കിലും ഇങ്ങനത്തെ ഒരു സീൻ അഭിനയിക്കാൻ പോകുന്ന വഴിക്ക് ചില സീനിയേഴ്സൊക്കെ ചോദിക്കും ഡയറക്ടറോട്, അതായത് ഞാൻ ഈ സാധനം പഠിച്ചു, ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ, ഞാൻ ഇതിൽ ഡയലോഗ് ഒന്ന് മാറ്റിയിട്ട് ഞാനൊന്ന് ഇംപ്രവൈസ് ചെയ്യട്ടെ എന്നുള്ളത് ചോദിക്കും. ഇവിടെ ലാൽ എടുത്ത് പറയുന്നത് ജഗദീഷ് ശ്രീകുമാറിന്റെ കാര്യം. സോ ദാറ്റ് ഷോസ് ജഗദീഷ് ശ്രീകുമാർ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ അത്രയും ആളുകൾ ഉണ്ടായിട്ടും ജഗദീഷ് ശ്രീകുമാറിന്റെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ജഗദീഷ് ശ്രീകുമാർ ഒരു പക്ഷേ ഡയറക്ടറോടോ അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററോടോ ചോദിക്കാതെ ഇംപ്രവൈസ് ചെയ്യുന്നുണ്ടാകും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ജഗദീഷ് ശ്രീകുമാറിനെ വെച്ചിട്ട് ലാല് ഒരു പടമല്ലേ ചെയ്തുള്ളൂ, കാബൂലിവാള മാത്രമല്ലേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ തോന്നുന്നു എനിക്ക്. സിദ്ദിഖ് ലാൽ അവരുടെ കോമ്പോയില് കാബൂളിവാലിന് മാത്രമേ സിനിമയിലൊന്നുമില്ല. ആ ടൈമിൽ ജഗദീഷ് ശ്രീകുമാർ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം, എന്നിട്ട് പോലും ജഗദീഷ് ശ്രീകുമാറിനെ വെച്ചല്ലാതെ തന്നെ കോമഡി എടുത്ത് സക്സസ്ഫുൾ ആക്കിയ അപ്പോ ഇപ്പൊ ഞാൻ പറയുന്നത് അത് മറ്റേ പഞ്ചാബി ഹൗസിലാണെങ്കിലും മറ്റേ ഇവരെ എടുക്കാന്നാണല്ലോ, ജഗദീനൊക്കെ വെച്ചിട്ടാണല്ലോ നിന്നിരുന്നത്, പക്ഷെ അത് മാറ്റിയിട്ടാണല്ലോ ഇവർ വന്നത്. അപ്പോ ഫോർ മീ ഞാൻ പറയുന്നത് ഇംപ്രവൈസ് ചെയ്യുന്നത് എപ്പോഴും, നേരത്തെ സ്നേഹ പറഞ്ഞ ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് ഭയങ്കര ഒരു പ്രഷറാവും, വിഷയമാവും. പക്ഷെ അങ്ങനത്തെ ലെജൻഡ് ആക്ടേഴ്സ് ഇംപ്രവൈസ് ചെയ്യുന്നത് കാണുമ്പോഴും അവർ ചെയ്യുന്ന ഇംപ്രവൈസേഷന്റെ മുകളിലൊന്നും ഒരു ലേണിംഗ് കർവ് അപ്പുറത്തുള്ള ആൾക്ക് കിട്ടില്ലേ. അപ്പൊ ആരെങ്കിലും ഒരാൾ വന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എന്റെ മുന്നിൽ വന്നിട്ട് ലാലേട്ടൻ ഇംപ്രവൈസ് ചെയ്തു, എന്റെ മുന്നിൽ വന്നിട്ട് ജഗതിച്ചേട്ടൻ ഇംപ്രവൈസ് ചെയ്തു, അതുകൊണ്ട് എന്റെ അത് പോയി കിട്ടി എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. എല്ലാരും പറയുന്നെന്താ, അവരുടെ ഇംപ്രവൈസേഷൻ കണ്ടിട്ട് മോട്ടിവേഷൻ ആയി എന്നാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പറയുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, പണ്ടത്തെ ഫിലിം ഷൂട്ടിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ കുറെ ഈസി ആയി. അതാണ് സോ ജഗതി ഉള്ള സമയത്താണെങ്കിലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. ഇപ്പൊ ഈ സമയത്ത് ചെയ്യുമ്പോൾ അവർക്ക് ടേക്ക് പോണേനും കുഴപ്പമില്ല, അത് ലിപ്സിംഗിൽ വ്യത്യാസം വരുത്താം, ഡബിംഗൊക്കെ വ്യത്യാസം വരുത്താം. ജഗദീഷ് ശ്രീകുമാർ ഉള്ള സമയത്തൊന്നും ഒരു എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോ വന്നിട്ട് ഇംപ്രവൈസ് ചെയ്ത് ജഗദീഷ് ശ്രീകുമാർ ഒരു സാധനം കോളാക്കി ഒന്നും ആരും ഇല്ല. അത് പറഞ്ഞില്ല, കാരണം ഇപ്പൊ ചെയ്ത എല്ലാതും വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തെല്ലാം അടിപൊളിയായിട്ട് തന്നെ ഉള്ളൂ. ഒരു അതെ, അതൊരു ലെജൻഡറി ആണ്. നമ്മൾ ശരിക്കും ഒന്നും പറയാനുള്ളതൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയാൻ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ശരിക്ക് ലാല് പറഞ്ഞു വെക്കുന്നത് ഇത് അഡാപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പം ഇത് പുതിയ തലമുറയിലുള്ള ന്യൂജൻ ആക്ടേഴ്സ് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അവര് റോങ് ആയിട്ട് പോകും അല്ലേ. അവരെന്താ വിചാരിക്കുക, ഇംപ്രവൈസ് ചെയ്യണ്ടേ, അപ്പോ ഇംപ്രവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ തോന്നും. ഇംപ്രവൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സീനിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എലമെന്റ് കൊടുക്കുന്നത് ആ സീനിന് ഒരു പുഷായിരിക്കും. ഇപ്പൊ ഡയറക്ടറിന്റെ ആണ് സിനിമ. അത് ഞാൻ പറയട്ടെ, പണ്ടൊക്കെ ആണെങ്കിൽ ഡയറക്ടറുടെ സിനിമയാണ്, പക്ഷെ ഇപ്പൊ അത് ഡയറക്ടറിനേക്കാൾ ഉപരി നടന്റെ സിനിമ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തുടരും. ഈ തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ലാലേട്ടൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ല ആ സിനിമ എക്സിക്യൂട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ കുറെ ഫ്ലേവേഴ്സ് ഒന്നും നമുക്ക് ലാലേട്ടൻ കിട്ടില്ല. അതല്ല അത് മനസ്സിലായി, പക്ഷെ ലാലേട്ടന്റെ വകയിലും ചിലപ്പോ എന്തെങ്കിലും ഇതുണ്ടാവുമല്ലോ. ലാലേട്ടനെ ഞാൻ ഈ ബിഗ് ബോസിന്റെ ഷൂട്ടിംഗിൽ ലാലേട്ടനെ കണ്ടതല്ലേ, ആ മനുഷ്യൻ ഡയറക്ടറോട് സാർ, ആ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി, സാർ ഞാനിങ്ങനെ ചെയ്താലോ, ക്യാൻ ഐ ഗോ ഫോർ വൺ മോർ ടേക്ക് സാർ പ്ലീസ്, അയാള് അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാർ നടന്മാര് പിന്നെ അത് അങ്ങനെ കാണിക്കേണ്ടത് തോന്നുന്നു. ഇപ്പോഴത്തെ നടന്മാരുണ്ടാവും. കാരണം എൻഡ് ഓഫ് ദ ഡേ ആ സാധനം ഇപ്പൊ ഒരാൾക്കൊരു വിഷൻ വേണം. എന്റെ അടുത്തൊരു കഥ വരുമ്പോ ഞാൻ ഒരു ഡയറക്ടറാണ്, എനിക്കൊരു വിഷൻ. ഞാനത് ഫുള്ളി അഗ്രി ചെയ്യില്ല, കാരണം എല്ലാം ഈ ഇപ്പോഴത്തെ കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് എന്നല്ല മെജോറിറ്റി 75 to 80% ഒരു ഡയറക്ടറാണ്. ശരിക്കും ഡയറക്ടറിന്റെ പ്രൊഡക്റ്റ് ആണ് സിനിമ എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. നടക്കുന്ന സിനിമകൾ ഹിറ്റ് ആവുന്നു, അതാണ് സത്യം. ഡയറക്ടറിന്റെ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന സിനിമകൾ ഹിറ്റ് ആവും. നമുക്കറിയാലോ, ഡയറക്ടർ പറഞ്ഞിട്ടും അതിന്റെ അപ്പുറം ചെയ്യുന്ന നടന്മാരെ നമുക്കറിയാലോ. അപ്പൊ അതൊക്കെ പറയും വെച്ചപ്പോഴാണ് പറഞ്ഞത്. പക്ഷെ ഇംപ്രവൈസേഷൻ അല്ല, അത് അവരുടെ സ്റ്റാർ അതെ, അവർക്ക് അതുള്ളൊരു പഴയ സാധനം ഇപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇംപ്രവൈസേഷൻ വലിയൊരു ഒരു ബേർഡൻ സാധനമാണ് സിനിമയ്ക്ക്. അല്ലെങ്കിൽ അത് സിനിമയുടെ ആ ഒരു മൊത്തം സീനിനെ അങ്ങോട്ട് ടാർണിഷ് ചെയ്ത് കളയുന്നുള്ളതിനോട് എനിക്ക് അതില്ല. കാരണം ആ ഒരു സീന് നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മള് മറ്റേ ആളെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും. ഇതേ ഇന്റർവ്യൂല് ഹരിശ്രീ അശോകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇപ്പൊ ക്യാരക്ടർ എഴുതുമ്പോൾ
എനിക്ക് പേര് ഞാൻ ഓർക്കുന്നില്ല പറഞ്ഞത്, ഞാൻ 100 തവണ ആലോചിച്ചിട്ടാണ് ഒരു സീൻ എഴുതുന്നത്, ഇത് കറക്റ്റ് ആയിട്ട് വരുമോ, ഇത് ആളുകൾ എങ്ങനെ പെർസീവ് ചെയ്യും എന്നുള്ളത്. അപ്പം ഇത് അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതിലൊരു ബോർഡർ വരയ്ക്കണം അങ്ങനത്തെ ചിന്തയിൽ അഭിനയിക്കാനായിട്ട് പോയിട്ടുണ്ടോ? ഈ ഇത്തരം ഇല്ല, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും, ഡയറക്ടറായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും ഡിസ്കസ് ചെയ്യും. ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അതിപ്പോ നമുക്ക് വായിക്കുമ്പോൾ അറിയാലോ, ഇത് കുഴപ്പമുണ്ടാകുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ചെയ്യില്ല, അപ്പൊ നമ്മൾ ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പറയണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് കുഴപ്പമില്ല എന്നപ്പോൾ അവർ വിവരിച്ചു തരും. ഇതിങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന സീനുകളിൽ ഇങ്ങനെ ഇതുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതാൻ കാരണം, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. അങ്ങനെ മനഃപൂർവ്വം കളിയാക്കുന്ന പോലെ അതൊന്നുമല്ല ചെയ്യുന്നത്. അത് ഈ നേരത്തെ ലാല് പറഞ്ഞാൽ ആ റിലേഷൻ വെച്ചിട്ട് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ എഴുതുന്നത്. അല്ല ഒരാളെ വെറുതെ കണ്ടിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പരിചയമില്ലാത്ത ഒരു തടിയനെ കണ്ടിട്ട് എന്ത് തടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വിഷമം തോന്നും. അപ്പൊ ഇത് കഥാപരമായിട്ട് ഇതിലെ കഥാപാത്രങ്ങളാണ്. അപ്പൊ അതിങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ എന്ന് റൈറ്റർ പറയും. അല്ലെങ്കിൽ അത് ഇത് ബോഡി ഷേമിങ്ങിനെ കുറിച്ചും ഡബിൾ മീനിങ് ഉള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഇപ്പൊ എന്തുകൊണ്ട് സിനിമയിൽ ഈ പറഞ്ഞ ബോഡി ഷേമിങ് ഇപ്പൊ ഈന്റെ അടുത്തിരിക്കുകയാണ്, സിനിമയിലെ നമ്മൾ 2 ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ പേഴ്സണൽ സ്പേസിൽ ഇരിക്കുമ്പോൾ ഞാൻ ഈ എന്തടി ഇങ്ങനെ മെലിഞ്ഞിരിക്കണേ അല്ലെങ്കിൽ എന്തടി തടിച്ചിരിക്കണേ ചോദിക്കും. അത് എനിക്ക് ഹേർട്ട് ആവോ ഇല്ല എന്നുള്ളത് നമ്മുടെ റിലേഷൻ അനുസരിച്ചിരിക്കും, സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും, ഞാൻ പറയുന്നതിന്റെ ടോൺ അനുസരിച്ചിരിക്കും. ഒരു സിനിമയിലാണെങ്കിലും അതേപോലെ 2 ക്യാരക്ടർ ഇരിക്കുന്ന സമയത്ത് ആ ഒരു റിലേഷനും ബോണ്ടും കാണിക്കാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ അങ്ങനത്തെ സാധനങ്ങൾ പറഞ്ഞുകൂടെ? അപ്പൊ ഇപ്പത്തെ ആളുകൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു നല്ല രീതിയിൽ ആളുകൾ ആ സാധനം നോക്കുന്നത് കൊണ്ട് സിനിമയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതുമ്പോൾ ഭയങ്കര ഒരു പിടുത്തം വരുന്നുണ്ടോ, അത് ആളുകൾക്ക് പോസിറ്റീവ് ചെയ്യാൻ പറ്റുമോ? പണ്ട് അങ്ങനെ സംഭവങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചകഞ്ഞു നോക്കുകയാണെങ്കിൽ ഉണ്ടാവും. പണ്ടത്തെ വീട് ഇപ്പത്തെ ഉണ്ടാവും. അപ്പൊ ഇവരെ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഹരിശ്രീശൻ പറഞ്ഞ പോയിന്റ് കേട്ടോ, എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം പറയണമെങ്കിലോ എന്തെങ്കിലും ഇംപ്രവൈസേഷൻ ആണല്ലോ, എന്താണെങ്കിലും അത് ഇംപ്രവൈസേഷൻ ആണ്. പോയി ഡയറക്ടറോട് ചോദിക്കും, അത്രേ ഉള്ളൂ സംഗതി. ഡയറക്ടറോട് ചോദിക്കുക, അതാണ് വേണ്ടത്. ഡയറക്ടറിന്റെ ഒരു വിഷൻ ഉണ്ട് എന്തായാലും, അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ആളുകൾ ഈ ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് എടുത്ത് ലാല് പറഞ്ഞ സമയത്തായിരിക്കണം അങ്ങനെ എന്തോ ഒരു സംഗതി ഇല്ലേ എനിക്ക് തോന്നില്ല. അതാണ് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ഒരു സാധനം ജഗതി ശ്രീകുമാറിനെ സ്ട്രെസ് ചെയ്ത് പറയാം. അതോ ഇനി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇംപ്രവൈസ് ചെയ്യുന്ന ഒരു വ്യക്തി ജഗതി ശ്രീകുമാർ ആയതുകൊണ്ട് അങ്ങേരെ എടുത്ത എക്സാമ്പിൾ വെച്ച. പക്ഷെ അങ്ങനെ എക്സാമ്പിൾ വെച്ചാലും അങ്ങേര് പാളിയിട്ടില്ല എവിടെ, അങ്ങേര് എവിടെയും പാളിയില്ല. ഇപ്പൊ അങ്ങേരുടെ പേഴ്സണൽ ലൈഫും അങ്ങേര് അഭിനയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ പേഴ്സണൽ ലൈഫും അയാളുടെ വർത്തമാനങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ബിക്കോസ് സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾ ജഗതി ശ്രീകുമാറിന്റെ ഒക്കെ കമന്റ് ബോക്സിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ പല വീഡിയോസിനകത്തും പല രീതിയിലാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് അയാൾ നമുക്ക് തന്നിട്ട് പോയ അദ്ദേഹത്തിന്റെ എന്താ പറയുക കുറെ ക്യാരക്ടേഴ്സ്, ലെജൻഡറി ആയിട്ടുള്ള കുറെ ഡയലോഗുകൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹീസ് എ ബ്രില്യൻറ്റ് വൺ. അപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ടാണ് ലാലത് പുഷ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് ആ പേരെടുത്ത് പറഞ്ഞത്. അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം എന്തെങ്കിലും. ഫോർ മീ ഞാൻ പറഞ്ഞല്ലോ, ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നതാണ് ചില സമയത്ത്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടൊരു മറ്റേ മാജിക് പൊടി എന്ന് പറഞ്ഞൊരു സാധനം പോലെ ആരെങ്കിലും ഒക്കെ ഇടലില്ലേ ഭക്ഷണത്തിലൊക്കെ, വെറുതെ ചുമ്മാ ഒരു സാധനം, ഒരു ഫ്ലേവർ ആയിട്ട് ഒരു എക്സ്ട്രാ ഫ്ലേവർ, അതൊരു ഭയങ്കര രസമായിരിക്കും. ചിലപ്പോൾ ആ എൻറ്റയർ ഡിഷിന്റെ ഒരു ഫ്ലേവർ ചിലപ്പോൾ അത് കൂട്ടും. അതുപോലെയാണ് അതൊരു സിനിമയിൽ കുറച്ച് സാധനങ്ങൾ അങ്ങനെ വരുന്നത് ആ സിനിമയിൽ തന്നെ ഏറ്റവും നല്ല മൊമെന്റ് ആയിട്ട് ചിലപ്പോൾ അത് മാറിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എവിടെ അത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ആ ഒരു സീനിന് എവിടെയൊന്നും തോന്നിയിട്ടില്ല ഇതുവരെയായിട്ടും, തോന്നിയിട്ടില്ല. ഇതെന്തിന്റെ ഈ ഡയലോഗ് പറഞ്ഞെന്നുള്ളത് തോന്നലുണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ ഡയലോഗ് ഒക്കെ ഇല്ല, അതൊക്കെ അത് നമുക്ക് എക്സ്ട്രാ ഒരു ചിരി പടർത്തിയ ഭാഗങ്ങളാണ്. ക്രിഞ്ച് കൊണാപ്പി സിനിമകളിൽ ചിലപ്പോ നമുക്ക് ശ്രീകുമാറിന് എന്തായാലും തോന്നിയിട്ടുണ്ട്, ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എത്ര ലെജൻഡറി ആക്ടർ ആണെന്നുണ്ടെങ്കിലും ക്രിഞ്ച് അടുപ്പിക്കുന്ന സാധനത്തിൽ വന്നിരുന്നാൽ പിന്നെ അത് അവരെല്ലാവരും കൂടി ക്രിഞ്ചായി പോകും. സോ ഇത് എനിക്ക് തോന്നുന്നത് സിനിമ ലോകം വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ ചർച്ചയാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കുറെ ഇന്റർവ്യൂസിലും അതേപോലെ ഓൺലൈൻ മീഡിയാസ് ബൈറ്റ് എടുക്കുന്നതിലും ഇതിനെ കുറിച്ചിട്ടൊക്കെ കുറെ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഞാൻ. പക്ഷെ ഞാൻ ഇവരെ പറയാൻ എന്താ, ഇവര് കുറച്ചും കൂടി മുന്നേ വന്ന ആൾക്കാരല്ലേ, അപ്പൊ ഇവർക്ക് ആ ഒരു ഡിഫറൻസ് എന്തായാലും മനസ്സിലാവുണ്ടാവും പഴയതും ഇതും വെച്ചിട്ട്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞു, പഴയതിന്റെയും പുതിയതിന്റെയും വ്യത്യാസം. പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നലുണ്ടാവില്ല. പണ്ടത്തെ ആണെങ്കിലും അവര് കൂടുതൽ റെസ്പെക്ട്, എനിക്ക് തോന്നിയത് എന്റെ ഒരു റെസ്പെക്ട് കൂടുതൽ അവർക്ക്. മറ്റേ ഞാൻ കേട്ടിട്ടില്ല, മറ്റേ ഷീല പറഞ്ഞൊക്കെ കേട്ടിട്ടില്ലേ നമ്മള് പണ്ട് അവര് പ്രൊഡ്യൂസേഴ്സിന്റെ കേസില് അവര് അവര് പൈസ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഭയങ്കര ബഹുമാനം കാണിക്കണം. ഇപ്പോഴത്തെ ആൾക്കാർക്ക് പ്രൊഡ്യൂസേഴ്സിന് വിലയില്ല, ഡയറക്ടേഴ്സിന് വില ഉണ്ട്.
എന്നാലും ആ നടന്റെ ഒരു കൈ കടത്തല് ഇപ്പോഴത്തെ ആൾക്കാരെ ഞാൻ ഉദ്ദേശിച്ചത് കുറവാണ്. കാരണം ഇപ്പൊ കൈകടത്താൻ പറ്റില്ല, കൈകടത്തിട്ട് കാര്യമില്ല. കാരണം എൻഡ് ഓഫ് ദ ഡേ തിയേറ്ററിൽ നിലനിന്ന് പോകണം, നാട്ടുകാർ മര്യാദയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡയറക്ടർ വരച്ച വരയിൽ കൂടി തന്നെ പോകേണ്ടി വരും. അല്ലെങ്കിൽ ആ ഡയറക്ടർ അത് സ്ട്രോങ് ആയിട്ട് ഇത് നീ കൈയടത്തന്നെ ഞാൻ ചെയ്തോളാം എന്നുള്ള ഡയലോഗ് അടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ബൈ.